എല്ലാവർക്കും പ്രസാദേട്ടൻ ബ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്താണ്. ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്ത് ഒരു പനമനയുണ്ട്. ആ പനമനയാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത്. പനമന തറവാട് കാലടി എന്നുള്ള പ്രദേശത്താണ് നമ്മളതിൻ്റെ തറവാട് ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ പനമനയുടെ മറ്റൊരു നാലുകെട്ട് ചെറുതുരുത്തി എന്നുള്ള സ്ഥലത്തുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പനമനയിലെ കാഴ്ചകളും മറ്റ് ഗ്രാമപ്രദേശത്തെ സുന്ദര കാഴ്ചകളും കാണാൻ എൻ്റെ കൂടെ ഒരു നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ചെറുതുരുത്തി ജംഗ്ഷൻ. തൃശ്ശൂർ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ചെറുതുരുത്തി അങ്ങാടി. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ ഷൊർണൂരായി. ഷൊർണൂരിൽ നിന്ന് തൃശ്ശൂർ പോകുന്ന പഴയ MC റോഡാണിത്. ഇങ്ങോട്ട് തൃശ്ശൂർ ഡയറക്ഷനിൽ 1 കിലോമീറ്റർ കൂടി പോയാൽ കേരള കലാമണ്ഡലമായി. കേരളത്തിൻ്റെ സാംസ്കാരിക നിറകുടമായിട്ടുള്ള കേരള കലാമണ്ഡലമായി. നേരെ ബസ് സ്റ്റോപ്പിൻ്റെ ഇവിടുന്ന് വലത്തോട്ട് തിരിയണം. വലത്തോട്ട് തിരിഞ്ഞാൽ നമുക്കൊരു ബോർഡ് കാണാം, പനമന റോഡ്. അതെ, ഈ റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. പനമന എത്താനായിട്ട് വരും. ചെറുതുരുത്തിയിൽ നിന്ന് നമ്മൾ കണ്ട പനമന റൂട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ വന്നാൽ ഇങ്ങോട്ട് ഇടത്തോട്ട് വലത്തോട്ട് ഒരു വഴിയുണ്ട്. ഒരു കുത്തനെ താഴത്തേക്ക് ഇറക്കം. അതാണ് പനമനയിലേക്കുള്ള വഴി. ഇവിടെ മാടമ്പിമനയുണ്ട്. മാടമ്പിമനയുടെ വലതുവശത്തായിട്ടാണ് പനമന. അതിൻ്റെ ഗേറ്റ് തുറന്ന് നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇപ്പോൾ അവിടെ ആൾ താമസമില്ല, എങ്കിലും പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാം, ആൾക്കാരൊക്കെ പരിചയപ്പെടാം. കൃഷ്ണേട്ടനെയും സജിതയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ ഒരു പത്തായപ്പരുണ്ട്. പത്തായപ്പരയിൽ കൃഷ്ണേട്ടൻ്റെ ഏട്ടൻ ഡോക്ടർ വാസുദേവേട്ടനാണ് താമസിക്കുന്നത്. പൽപ്പം ചോപ്പിളും. നമുക്ക് അവരെയും പരിചയപ്പെടാം, എല്ലാവരെയും പരിചയപ്പെടാം. ഇതാണ് മനയുടെ ആദ്യത്തെ കാഴ്ച. ഉണ്ടോ? 3 നിലയാണ്. നമുക്ക് മനസ്സിലാവും. മുകളിൽ തട്ടുംപുറം, അടിയിലെ നില. ഇതാണ് മനയുടെ കാഴ്ച. നമുക്ക് മനയിലേക്ക് കടന്ന് എല്ലാ കാഴ്ചകളും കാണാം, വിസ്തരിച്ചുള്ള കാഴ്ചകൾ കാണാം. മനയുടെ മുമ്പിൽ നിന്നുള്ള കാഴ്ച തന്നെ വളരെ കേമാണ്. അതിൻ്റെ കൊച്ച് മിനാരം എന്നല്ല, അതിനെന്താ പറയുക ആ സാധനത്തിന്? അങ്ങനെ എന്തോ അല്ലേ പറയുക? മിനാരം എന്ന് പറയുന്നത് ആ മകുടത്തിനാണെന്ന് തോന്നുന്നു അല്ലേ? എന്തോ അന്ന് പെരണ്ടാക്കുമ്പോൾ പറയണ്ടായി. പഴയ പനയാണെങ്കിലും അതിൻ്റെ ലുക്ക് വളരെ കേമാണ്. ഫോട്ടോ കേമായിട്ടുണ്ട്. ചെറിയ ഒരു മനയാണെങ്കിൽ കൂടി സംഭവം കേമാണ്. ഇതിനെ പഴയമാതിരി പുറത്താളം തന്നെയല്ലേ പറയുക? ഉമ്മറത്തെ ഡ്രോയിങ് റൂമിന് പുറത്താളം എന്നാണ് സാധനം. ഇതിൽ പറയുക പുറത്തെ തളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെ, പുറത്താളം, പുറത്തെ തളം. ഇതിപ്പോൾ ആരുടെ ഫോട്ടോ? ആ. ഉള്ളിക്ക് കിടന്നാൽ 4 കെട്ടുണ്ട്. ഇവിടെ വെച്ചിട്ടാണ്. നമ്മൾ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടല്ലേ കിടക്കണ? പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് നമ്മൾ. ഏത് ഇല്ലങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മുടെ വലതുവശത്തുള്ള ഇത് തെക്കിനി. തെക്കിനി സ്വതേ തുറസായിട്ടല്ലേ പതിവ്. ഇത് റൂമായിട്ടാണ് കാണുന്നത്.
തെക്കിണി സ്വതേ തുറസായിട്ടല്ലേ പതിവ് ചോദിക്കുക, ഇത് റൂമായിട്ടാണ് കാണുന്നത് പറയാം. ഇത് കിഴക്കിണി, വടുക്കിണി, പുറത്ത് വടുക്കിണി, അത് പടിഞ്ഞാറ്റി. നടുമിറ്റം, കൊച്ചു നടുമിറ്റാണ്. മുല്ല, മുല്ലയല്ലേ ഇത്? മുല്ലത്തറ പ്രദക്ഷിണം വെക്കണം എന്നാണല്ലോ. കുടിവെപ്പൊക്കെ ഇവിടെ തന്നെയല്ലേ പതിവ്? വടുക്കിണിയിലാണ് അടുക്കള. വടക്ക് കിഴക്കേ കോണിലാണ് സാധാരണ ഉണ്ടാവുക ഏത് വീടിൻ്റെ. ഇതായി ഇവിടെ നോക്കിയാൽ കുളപ്പര കാണാം. കുളപ്പര നമുക്ക് പോകാം. ഇവിടെ വെള്ളം കോരാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ പുതിയ ജാതി ഗ്യാസും അതിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾ താമസമില്ല എങ്കിലും ഇതാണ് ശരിക്കുള്ള വടക്കിണിയുടെ. എന്തെങ്കിലും ഫങ്ഷൻ ക്രിയൊക്കെ നടക്കൽ സാധാരണ ഇതിൽ വടക്കിണിയിൽ വെച്ചിട്ടാണ്. ഇത് ചെറിയൊരു ഇതായതുകൊണ്ട് ചെറിയ പരിപാടികളൊക്കെ നടക്കാൻ പറ്റുള്ളൂ. പടിഞ്ഞാറ്റിയിൽ എന്താ ഉള്ളത്? മുറികളിനെ അല്ലേ? ആ ഹാ ഹാ. സാധാ മുറി എന്ന് കൂട്ടിയാൽ മതി. ആ പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട്. ഓ അത് സാധാരണ പതിവില്ലല്ലോ അല്ലേ? ആ ഹാ ഹാ. പടിഞ്ഞാറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനും കഴിയും. ഒരു പുതുമയാണ്. സാധാരണ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ സാധാരണ അല്ലേ കൃഷ്ണേട്ടാ? ഇല്ലത്തേക്കാട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ആ അതാണ് ശരിക്ക് തെക്കിണി അങ്ങനെ തുറന്നിട്ടാവും ഉണ്ടാവുക. ഇത് വല്യച്ഛനായിട്ട് പണിയിപ്പിച്ചതാണ്. ആ ആ ആ ആ. പിന്നെ പടിഞ്ഞാറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഈ വാതിൽ സ്വതേ പതിവില്ല. അങ്ങനെ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ട്. ഇരയ്ക്ക് എത്ര കൊല്ലത്തെ പഴക്കമുണ്ടാവും സ്വതേ? ഏകദേശം ഇത് പനമന ആയിരുന്നില്ല ആദ്യം. ഓഹോ. ഇതിന് മുമ്പ് മംഗലത്തറമന എന്ന് പറഞ്ഞൊരു ഇല്ലായിരുന്നു. അത് ശരി. അപ്പം അത് പുരുഷന്മാരില്ലാത്തതുകൊണ്ട് അന്യം നിന്ന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് അന്യം നിന്ന് പോയ രാജാവിലേക്ക് കണ്ടുകെട്ടുക ചെയ്യും. അപ്പോൾ അതിലൊരു അവകാശം വന്നു, ആർക്ക് വേണമെന്നുള്ള അവകാശം വന്നു. അപ്പോൾ ഇവിടുത്തെ കാരണവർ, പനമനയിലത്തെ കാരണവർ ചിലപ്പോൾ രാജാവിനെ കൂടുതൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയെന്നാണ് ഐതിഹ്യം. 250-300 കൊല്ലം പഴക്കം എന്തായാലും നമ്മുടെ കിട്ടിയിട്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ? മുമ്പത്തെ ഇല്ലത്തിൻ്റെ പേര് മംഗളത്തറമന. ഓ അത് ശരി. അത് പനമനയിൽ ലയിച്ചു. അത് ശരി. ഇതാണ് നമ്മൾ വന്ന വഴി. മാവുകളും ഒക്കെ മുറ്റി നിൽക്കുന്ന തൊടിയാണ്. നല്ലൊരു ഫീല് തരണ അന്തരീക്ഷമാണ്. ഇവിടെ ഇപ്പോൾ ആൾ താമസമില്ല. കൃഷ്ണേട്ടൻ കുറച്ചപ്പുറത്ത് ആണ് താമസിക്കുന്നത്. ഇവിടെ എന്നാലും അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഷെഡ്. കുളത്തിലേക്കുള്ള വഴി നമുക്ക് അവിടെ പോയി നോക്കാം. കിണറും കാണാം. എല്ലാം കണ്ടിട്ട് വരാം. പുറത്താളത്തുനിന്ന് മുകളിലേക്കൊരു കോണിയുണ്ട്. നമുക്ക് കോണി കയറി നോക്കാം. ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കുറേശ്ശൊക്കെ ഉണ്ടാവും. എന്നാലും സാരില്ല. അത് താഴത്തേക്കും ഉണ്ടോ കോണി? അത് ശരി. ഓ ഇത് നമ്പൂരിമാരുടെ കോണി. നമ്പൂരിമാർക്ക് ഈ കോണി കയറി വരാം. ആത്തേമാരുകൾക്ക് ഈ കോണി കയറിയിട്ടും വരാം. വില ഒരു ഡ്രസ്സിങ് ടേബിൾ നേരെ എൻ്റെ മുമ്പിലുണ്ട്. കണ്ണാടി ഇപ്പുറത്തും ഇപ്പുറത്തും അസംഖ്യം മുറികളും ഉണ്ട്. 1, 2, 3. ഇത് തട്ടുമ്പുറത്തേക്കുള്ള കോണി അല്ലേ?
ആ ആ ആ തട്ടുംപുറം, സാധാ തട്ടുംപുറം അല്ലേ തേനട്ടാ? ഒരു മുറി നമുക്കൊന്ന് വെറുതെ ഒന്ന് കാണാം. ഇങ്ങനെ ഉപയോഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്ന മുറികളാണ്. ജയിലാ ജയിലാതുകൊണ്ടാ തേനട്ടാ? ഓ, ഇതിന്റെ നില നോക്കൂ നോക്കൂ, എന്താ ഭംഗി. എത്ര കാലം പത്ത നിലാണെന്നറിയോ? ഓ, സീയിങ് മെഷീനൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് പുറത്തേക്കുള്ള ബാൽക്കണിയിലേക്കുള്ളതാണ്. തൊടിയുടെ ഒരു വിശദമായ കാഴ്ച ഇവിടുന്ന് കാണാം. കണ്ടില്ലേ, കൊടുകൂറ്റൻ മരങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ മുകളിൽ 2 മുറിയാണോ അല്ലേ? ഈ മുറി എല്ലാം അറ്റാച്ച്ഡ് ആണ് ഇനിയും അല്ലേ? ഇത് അറ്റാച്ച്ഡ് ആണ്. ആ അതെ, പഴയ ഓവറ ജാതി അല്ലേ? പരിഷ്കാരം വരുത്തിയിട്ടുണ്ടാവും. പിന്നെ തട്ടംപുറം, അതിൻ്റെ മുകളിലേക്ക് വേണം കയറി വെക്കാൻ കഴിയും. കടവാതിലുണ്ടോ? അരച്ചിട്ടുണ്ടോ? ആ മാറാലൊക്കെ ഉണ്ടാവും. ആ വേണ്ട, സാധാരണ തട്ടുംപുറം വേണ്ടാ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എത്തി നോക്കാം. മുകളിൽ കയറിക്കോളൂ. കയറൂ. ആ അത്ര കണ്ടാ മതി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നരശീരൻ്റെ ഇതൊക്കെ ഉണ്ടാവും, വൃത്തികേടായിട്ട് കിടക്കും. സാധാരണ ഒരു തട്ടുംപുറം. സാധാരണ ഒരു തട്ടുംപുറം. ഇപ്പം 3 നിലയാണ് വീട്. ഈ കോണി വഴിയാണ് നമ്മൾ കയറിയത്. നമുക്ക് ഈ കോണി വഴി ഇറങ്ങാം. സ്ത്രീകളുടെ ആത്തേമാരുകളുടെ കോണി. ഇതിപ്പോ പിന്നെ കലോറ എന്ന് പറയാൻ മിക്ക ഓപ്ഷനില്ല. ഒരു മുറി തന്നെയാണ്. അതെ, വലിയ മുറിയാണല്ലോ. ആ ഹാ ഹാ ഹാ. ഇതിങ്ങനെ പുറത്തേക്ക് കിടക്കുകയും ചെയ്യാം. ആ മുമ്പിലത്തെ മാതിരി ഒരു വരാന്ത പടയും. സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ ഏരിയയാണിത്. അത് സൗകര്യം എന്താണെന്ന് വെച്ചാൽ ആ മുമ്പിലത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ കൂടെ കുളത്തിലേക്ക് പോവുകയും ചെയ്യാം. ഇതാ കുളമാണ് അവിടെ കാണുന്നത്. ഈ വഴി കൂടെ പോയി കുളത്തിലിറങ്ങാം. അപ്പോൾ 2ാമത്തെ കോണി കയറി നമ്മൾ ഇറങ്ങി വന്നു. ഇറങ്ങി പുറത്തേക്ക് കടന്നു നോക്കി. ഈ വാതിൽ തുറന്നാൽ 4 ഏറിയത്തേക്ക് തന്നെ എത്തി. കൃഷ്ണേട്ടനും സജിയാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയട്ടെ. അവർ കുറച്ച് അപ്പുറത്താണ് ഇപ്പോൾ താമസിക്കണത്. ഒഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ അവരങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരല്ല. ഇവിടെ പല പരിപാടികളുമുണ്ട്. ഈ വരാന്തയിൽ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ മാസം ഇല്ലേ? എന്താ അത്? സതിര എന്ന് പറഞ്ഞൊരു സംഗീത സഭയുണ്ട്. ഓ, അത് ശരി. ഞങ്ങള് തൊട്ടടുത്ത കുറച്ച് ആൾക്കാർ കൂടിയിട്ട് 2 മാസം കൂടുമ്പോൾ ഒരു പ്രോഗ്രാം. അത് ശരി. അപ്പോൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാം നടക്കും. 4 പുറത്തും ആൾക്കാർക്ക് ഇരുന്ന് കാണാം. ഓ, വെരി ഗ്രേറ്റ്. നല്ലൊരു ഐഡിയ ആണിത്. പഴയ സംഗീതജ്ഞന്മാരുടെ കുറേ ഫോട്ടോസൊക്കെ അവർ ഒട്ടിച്ചിട്ടുണ്ട്. ഓ, അത് ശരി. ചെമ്പൈ, എൻ ബാലസുബ്രഹ്മണ്യം, ശ്രീ ഇതെല്ലാവരുടെയും പല ആൾക്കാരുടെയും ഞാൻ പേര് വായിക്കുന്നില്ല.
ഏതായാലും അത് വളരെ ഒരു നല്ല പരിപാടിയാണ്. എല്ലാ ആൾക്കാർക്കും ഒരു ഗെറ്റ് ടുഗദറിനുള്ള സൗകര്യവും മാത്രമല്ല, കൃഷ്ണേട്ടൻ മുഴുവൻ പറഞ്ഞില്ല, ഇവിടെ ഓണാഘോഷം അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ നാട്ടിലെ ഇവിടെ വെച്ചിട്ടാണ് നടക്കല്. അങ്ങനെ വെറുതെ അടച്ചിടല്ല, പല സൂത്രപ്പണികളും ഉണ്ട് അതിൽ. ഒരു പരിപാടികളും കൂടിയുണ്ട്. എന്താ ഇവിടെ സ്വകാര്യമായിട്ടൊരു പരിപാടി ചെയ്യണേ? ഓ, എത്ര മാങ്ങ ഇടും ഒരു കൊല്ലം? കഴിഞ്ഞ കൊല്ലം 400 കിലോ. 400 കിലോ കിലോ? ഓ, അത് ശരി. ആഹാ, അത്യാവശ്യം എല്ലാവർക്കും വിതരണം ചെയ്യും. 4-5 പേരുണ്ട്. ആഹാ, എല്ലാവരും കൂടിയിട്ടാണ്. അത് ശരി. എവിടെയത് മെയിൻറ്റെയിൻ ചെയ്യണേ? നമുക്ക് നോക്കുക, നടക്കൂ, കാണട്ടെ. അപ്പം 4 കെട്ടുന്ന ഇങ്ങോട്ട് ഇവിടെ തന്നെയാണ്, ഈ മുറിയിലാണ് സജിയുടെ കടുമാങ്ങ കളക്ഷൻ. മച്ച്. ഓ, 400 കിലോ ഇടുന്നാണ് പറഞ്ഞത്. ഈ മച്ച് അതിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഭദ്രമായിട്ട് കിഴിക്കെട്ടി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അത്യാവശ്യം ബിസിനസ്സൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടുന്ന് വിതരണം ചെയ്യും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണത്. നേരെ ഇവിടെ തന്നെയാണ് എൻട്രൻസ്. നടുമുറ്റത്ത് നിന്ന് നേരെ തെക്കിണിയിലാണ്. സോ അതേ തെക്കിണിയിലല്ല മച്ച് പതിവ്. ചില്ലറ വ്യത്യാസങ്ങൾ ഓരോ ദേശത്തിനും ഒക്കെ ആയിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ 5 പേര് കൂടിയിട്ടാണ് കടുമാങ്ങ ബിസിനസ്. കടുമാങ്ങ മാത്രമേ ഉള്ളൂ, അതോ വേറെ എന്തെങ്കിലും? വേറെ ഒന്നുമില്ല. ചെത്തുമാങ്ങ, അങ്ങനെ നാരങ്ങ, നെല്ലിക്ക ഒന്നുമില്ല. അത് നന്നായി. ഇതിപ്പോ ദൂരത്തേക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യുമോ, അതോ? ഉണ്ട് അല്ലേ? ഓ, അത് ശരി. അത്യാവശ്യം വേണ്ടവർ ചോദിച്ച് കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് അയച്ചു കൊടുക്കും അല്ലേ? ഗ്രേറ്റ്. ഓ, നന്നായി. ഇല്ലത്തിൻ്റെ മുറ്റം നമ്മൾ കണ്ടു, പേരുടെ വലിപ്പവും നമ്മൾ കണ്ടു, പുറത്തുനിന്ന് തോന്നുന്ന ഫീലും നമ്മൾ കണ്ടു, എല്ലാം നമ്മൾ അത്യാവശ്യം കണ്ടു. ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. 4 പുറം ഇല്ല പറമ്പാണ്. നിറച്ച് മരങ്ങളും കായകളും. അതിൻ്റെ സൈഡിൽ കൂടെയാണ് കുളത്തിലേക്കുള്ള വഴി. പഴയൊരു ഷെഡ് കടന്നിട്ട് കുളത്തിലേക്ക് പോവാം. തൊട്ടടുത്ത് തന്നെയാണ് കുളം. കുളപ്പരയോട് കൂടിയിട്ടാണ്. സ്റ്റെപ്പ് ഇറങ്ങി പോവാം. കുളപ്പരയ്ക്ക് കുറേശ്ശെ പരുക്കുകളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള കുളമാണ്. 2 കടവൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു കടവുണ്ട്. ആ കടവ് അധികം ഉപയോഗിക്കുന്നില്ല. ഈ വേനൽക്കാലത്ത് നല്ല വെള്ളമുണ്ട്. കണ്ട ചെറിയൊരു ഗ്രീനിഷ് കളറൊക്കെ ഉണ്ട്. ചില നല്ല വെള്ളമാണ്. ചേട്ടാ നീന്തു കാണട്ടെ. നന്നായിട്ട്, അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത കുളമായതുകൊണ്ട് ഏത് സമയത്തും ആർക്കും കുളിക്കാൻ കഴിയും.
ഒരു അനുഗ്രഹമാണ് ഒരു കുളം ഉണ്ടാവുന്നത് എപ്പോഴും. ഇവിടെ ഒരു കടവ് കണ്ടു നമ്മൾ, ഇപ്പുറത്തൊരു കടവും കൂടി ഉണ്ട് അതേമാതിരി. അത് അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അധികം ഉപയോഗമില്ലാത്തതുകൊണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ അതിലടച്ചിട്ടിരിക്കുകയാണ്. തുറക്കാൻ വേണമെങ്കിൽ, ആവശ്യമില്ല. ഒരു കടവേ ഉപയോഗിക്കാറുള്ളൂ. ഇല്ല, അത് കൂടെ കിടക്കാൻ വേണമെങ്കിൽ. കണ്ടില്ലേ, സീൽ ചെയ്തിരിക്കുകയാണ്. കോളം അതിൻ്റെ ഒരു കാഴ്ച ഗംഭീര കേട്ടോ. അതിൻ്റെ ഒരു ഫീല് എന്താ അതിൻ്റെ ഒരു രസം. ഇതിന് അവിടെ നിന്ന് അങ്ങനെ മനത്തൊടി, തൊടിയുടെ ഫീല് നോക്കൂ. നനയുണ്ട്, വെള്ളച്ചാല് കണ്ടില്ലേ, നനയുണ്ട്. ഒരുവിധം എല്ലാതരം വൃക്ഷങ്ങളും ഉണ്ട്, വൃക്ഷലതാദികൾ. ഓ, പാമ്പുങ്കാവാണത് കേട്ടോ, നോക്കൂ. പാമ്പുങ്കാവല്ലേ കുഞ്ചുവേട്ടത്? ഇതാണ് പാമ്പുങ്കാവിൻ്റെ എൻട്രൻസ്. അത് ഇത്രയും സ്ഥലം അതേമാതിരി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതെന്താ ചെടി ഈ വലുത്? ജാതിക്ക? ആ ആ ആ ആ, അതെ അതെ അതെ, നിറയെ കായുണ്ട്. ഒരുവിധം എല്ലാം ഉണ്ട് ഇതില്ല അല്ലേ? റോഡിൽ കൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പുറത്തൊരു പാടം കാണുന്നുണ്ട്. പാടം പൂത്ത കാലം. അവിടുന്ന് നേരെ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി വരാം. ഓ, ആടെന്ന് പറഞ്ഞാൽ ഈ കാലത്ത് കൃഷിയുണ്ടെങ്കിലേ. അപ്പോൾ ഇതിനൊക്കെ വെള്ളം എവിടുന്നാ കിട്ടുക ഈ കാലത്ത്? ഓ, അത് ശരി. ആ ഹാ ഹാ, വലിയ പാടശേഖരം കേട്ടോ. ആ, തുറക്കുണ്ട് കൃഷ്ണേട്ടൻ. ആ ഹാ ഹാ ഹാ, ആ അവിടെ അമ്പലം. ആ മകുടം കാണുന്നതാണ് അമ്പലത്തിൻ്റെയാണ് അല്ലേ അവിടെ? ഓ ഹോ ഹോ ഹോ, ദൂരെ അനവധി സ്ഥലമുണ്ട് അല്ലേ? പാടശേഖരേ അനവധി സ്ഥലമുണ്ട്, എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട്. ഓഹോ, ശരിക്കും പഴയ കോവിലകമായിട്ട് തന്നെയാ? ആഹാ ആഹാ, തറവാടായിട്ട് തന്നെയാണ്. ഓ, വെരി ഗുഡ്. കോവിലകം മാതിരി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ആ ഹാ, അല്ല കണ്ട പുതിയൊരു ഫാഷൻ്റെ മാതിരിയൊക്കെ തോന്നുന്നുണ്ടേ. ആ, അത് ശരി. പാടത്തെ കൂടെ നടന്നു നോക്കാം. അപൂർവ സൗഭാഗ്യമാണ് കേട്ടോ, ഫെബ്രുവരി മാസത്തിലേ പാടത്ത്, അതും കൃഷി ചെയ്യണ പാടത്ത് കൂടെ നടക്കുക എന്ന് പറഞ്ഞാലേ അത് കേരളത്തിൽ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ? വർഷക്കാലത്ത് ഇത് കൂടെയൊക്കെ വെള്ളം വരും, ചോലയിൽ കൂടെയൊക്കെ വെള്ളമൊക്കെ ഉപയോഗിക്കാം. ഓ, എത്ര ദൂരാ നമ്മൾ കഴിക്കുന്ന അരിയൊക്കെ എങ്ങനെ വരുന്നതല്ലേ? നമുക്കൊരു ഹൈ പറയണം അവരോട് അല്ലേ? നോക്കൂ, എത്ര ദൂരം,
എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടാണ് അവരൊക്കെ കൃഷി ചെയ്യണത്. ആലോചിച്ച് നോക്കണം. കാരണം നമുക്കോ കൃഷി ഉണ്ടെങ്കിലേ ഇത് മുഴുവൻ മനസ്സിലാവുള്ളൂ. ആ കാണുന്ന മരങ്ങളൊക്കെ പുഴയുടെ തീരത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ തൊട്ട് അടുത്താണ് ഇത്. ഇവിടുന്ന് ഒരു 200-300 മീറ്റർ ഉണ്ടാവും അല്ലേ? അത്രല്ലേ ഉണ്ടാവുള്ളൂ. ആ, പുഴയുടെ തീരത്തേക്ക് ഒരു 300 മീറ്ററേ ഉള്ളൂ. പോയി എല്ലാ നേരം കുളിച്ചിട്ട് വരാനുള്ള സൗകര്യമുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക്. എന്താണല്ലേ അതിൻ്റെ ഒരു ഭാഗ്യം. ആ, ഇതിപ്പോൾ എന്താണ് അപ്പുറത്തുള്ള കിണറാ? ആ, അത് ശരി. ഓഹോ ഹോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഈ കുളപ്പരയിലാണ് നമ്മൾ പോയത്. കുളപ്പരയിൽ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വടക്ക് വശമാണ് പെരയുടെ ഇത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിണർ. നമുക്ക് ഉപയോഗമില്ലാത്തതുകൊണ്ട് കുറേശ്ശൊക്കെ നാശമാണ്. ഇതാണ് തുടി എന്ന് പറഞ്ഞ സാധനം ഇവിടെയാണ് വെച്ചിരുന്നത്. ഇപ്പോൾ അത് നാളേരെ മൂണ ശബ്ദം. ഇപ്പോൾ അത് തുടിയില്ല, കോരുന്ന പരിപാടിയില്ല. വെള്ളം നോക്കട്ടെ. ആ, വെള്ളം നിറച്ച് വലിയ വായുവാട്ടുള്ള കിണറാണ്. കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല. വെള്ളം നിറയെ വെള്ളമുണ്ട് കേട്ടോ. അത്യാവശ്യം അടിച്ച് കൃഷി ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഇതാണ് കുളത്തിൻ്റെ വേറൊരു ആംഗിള്. കുളം നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അല്ലേ? വെള്ളം നമ്മുടെ ഒരു അഡിക്ഷനാണ്, ഒരു ഭാഗ്യമാണ് അതിനൊക്കെ. എന്തു പറയണു? നമുക്ക് വീടിൻ്റെ അരികിൽ കൂടെയുള്ളൊരു വഴി കൂടെ നടന്നു നോക്കാം. നമ്മുടെ തൊടി കൂടെ തന്നെ. അത് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഏത് ഭാഗത്ത് കൂടെ നടന്നാലും നല്ല കാഴ്ചയാണ്. ഇതതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ശരിക്കും ഒരു കാട്ടിൽ കൂടെ നടക്കണ ഫീലാണ് കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു ഭംഗി എന്നറിയോ? ഇപ്പോൾ വേനലാണല്ലോ, നല്ല വേനലാണ്. എന്നിട്ടും കൂടി ഇങ്ങനെ നട്ടുച്ചയാണ് സമയം. രാവിലെ ആണെങ്കിൽ പക്ഷികളുടെ കളകൂജനം ഒക്കെ കേട്ട് എന്തൊരു രസമായിരിക്കും നടക്കാമെന്നറിയോ? കുഗ്രാമത്തിലെ ഇടവഴി കൂടെ നടക്കണ മാതിരിയോ അതോ കാട്ടിൽ കൂടെ നടക്കണ മാതിരിയോ? അങ്ങോട്ട് താഴത്തേക്ക് നോക്കി നോക്കൂ, ആ വഴി നോക്കൂ. എന്താണ് അതിൻ്റെ ഒരു ഭംഗി? എങ്ങനെയാണ് അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക? ഒട്ടുച്ചയ്ക്കും കൂടി യാതൊരു ചൂടുമില്ല. കാറ്റും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പറയും വേണ്ട. അറിയാമല്ലോ, ഭാരതപ്പുഴയുടെ അടുത്താണത്. ഭാരതപ്പുഴ തൊട്ടപ്പുറത്ത് കിടക്കുക 300-400 മീറ്റർ അപ്പുറത്തേ ഉള്ളൂ, ദൂരേ ഉള്ളൂ. അവിടെ നിന്നുള്ള നല്ല തണുത്ത കാറ്റും നല്ലൊരു കുറച്ച് ദൂരം നമ്മളിങ്ങനെ നടന്നു പോയത് നല്ലൊരു ഫീൽ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണിത്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല സുന്ദര കാഴ്ചകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബായ്.